നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 66 കയ്പമംഗലം മൂന്നുപീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. CPM പഞ്ചായത്ത് ഭരണം അനാസ്ഥയുടെ പര്യായമാണെന്ന് കോൺഗ്രസ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാഴൂർ ശ്രീനിവാസൻ വൈദ്യർ മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ നേതൃത്വത്തിൽ 10ാം ആയുർവേദ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 കയ്പമംഗലം മൂന്നുപീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ മൂന്നുപീടിക സെന്ററിൽ സലാല മൊബൈൽ ഷോപ്പിന് മുന്നിലാണ് അപകടമുണ്ടായത്. എറണാകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുഭാഗത്തെ ടയറാണ് ഊരി വീണത്. പെട്ടെന്ന് തന്നെ വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ കൂടുതൽ അപകടം ഉണ്ടായില്ല. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. CPM പഞ്ചായത്ത് ഭരണം അനാസ്ഥയുടെ പര്യായമാണെന്ന് കോൺഗ്രസ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ CPM പഞ്ചായത്ത് ഭരണം അനാസ്ഥയുടെ പര്യായമാണെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു. സ്ലാബുകളും കനകളും തകർന്ന് ജനങ്ങൾ അപകടത്തിൽ പെടുമ്പോഴും മരണക്കെണിയിലേക്ക് പോകുമ്പോഴും അനങ്ങാതിരിക്കുന്ന പഞ്ചായത്താണ് നാട്ടികയിൽ ഭരണം നടത്തുന്നത് എന്ന് അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് കൂട്ടിച്ചേർത്തു. തൃപ്പയാറിൽ പലയിടങ്ങളിലും നടപ്പാതയിൽ സ്ലാബുകൾ തകർന്ന അപകടാവസ്ഥയിലാണ്. മാസങ്ങളായി തൃപ്പയാറിലെ നടപ്പാതയിൽ സ്ലാബുകൾ തകർന്ന് കിടക്കുകയാണ്. നാട്ടികക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ലെന്നും നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു. പലയിടങ്ങളിലും കാനകൾ തകർന്നു കിടക്കുകയാണ്. ഒരുപാട് യാത്രക്കാർക്ക് കാനയിൽ വീണു കാര്യമായ അപകടങ്ങൾ സംഭവിക്കുന്നു. തകർന്നു കിടക്കുന്ന സ്ലാബുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാർ സെന്ററിലെ കാനകളുടെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നിടത്ത് റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുകയായിരുന്നു DCC സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AM സിദ്ധപ്രസാദ്, ജിജ ശിവൻ, CS മണികണ്ഠൻ ഗോപുരത്തിങ്കൽ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാഴൂർ ശ്രീനിവാസൻ വൈദ്യർ മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വലപ്പാട് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ദിനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ആയുർവേദ ചികിത്സാ രീതികളുടെ പ്രദർശനവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ, ഡോക്ടർ ദൃശ്യ, ഡോക്ടർ രാകേഷ്, HMC അംഗം RM മനാഫ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികള് എല്ലാവരും എക്സസൈസ് ചെയ്ത് നല്ല മക്കളായിട്ട് വളരാൻ പറ്റണം. നന്നായിട്ട് പഠിച്ച് വളരാനായിട്ട് നല്ല ആരോഗ്യം കൂടി വേണം. ആരോഗ്യം അതാണ് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യം. അതുണ്ടാവാനായിട്ട് ഏറ്റവും മികച്ച പ്രായമാണ് നിങ്ങളുടെ. അതില്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ വളരരുത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ നേതൃത്വത്തിൽ 10ാം ആയുർവേദ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെയും നേതൃത്വത്തിലാണ് ആയുർവേദ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 5ാം വാർഡ് മെമ്പർ വിനയ പ്രസാദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് SNVUP സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ 1, 2, 3 സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകി. 50ഓളം ആയുർവേദ ചെടികളുടെ പ്രദർശനവും നടത്തി. ഫുഡ് എക്സ്പോയോട് അനുബന്ധിച്ച് കാരറ്റ് ഹൽവ, റാഗി, ഇഡ്ലി, പൈനാപ്പിൾ പുട്ട്, കുമ്പളപ്പം തുടങ്ങി 20ഓളം ആരോഗ്യപൂർണമായ വിഭവങ്ങളുടെ പ്രദർശനവും ഔഷധ യോഗ പരിചയവും നടത്തി. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
ആയുർവേദ ഡിസ്പെൻസറിയിലെ ജീവനക്കാരായ ഫാർമസിസ്റ്റ് മരിയ, അറ്റൻഡർ മല്ലിക, മൾട്ടിപർപ്പസ് വർക്കർ സുനേഷ, PTS ഡിക്സൺ, യോഗ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ലൈജു ചടങ്ങിൽ നന്ദി പറഞ്ഞു. നമുക്കറിയാം ഈ WHO എന്ന് പറയുന്ന നമ്മുടെ ഈ മെഡിക്കൽ സംവിധാനം ആദ്യകാലങ്ങളിൽ ഒട്ടും അംഗീകരിക്കാത്തൊരു സംവിധാനമായിരുന്നു. കാരണം എന്താ, ഇംഗ്ലീഷ് മരുന്ന് മാത്രമാണ് നമ്മുടെ അസുഖങ്ങളെ ചെറുക്കാനും ഇല്ലാതാക്കാനും സാധിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ആയുർവേദത്തെയും ഹോമിയോ അടക്കം അല്ലേ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ പോയിരുന്നത്. പക്ഷെ നമ്മുടെ കേരളം ഇന്ന് എന്താ ചെയ്യുന്നത്, അത്തരത്തിൽ ആയുർവേദത്തെയും ഹോമിയോയും കേന്ദ്രമടക്കം അങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് ആയുഷ് അല്ലെ ഇന്ന് WHO പോലും അംഗീകരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമായി എന്ത് മാറിക്കഴിഞ്ഞു, ഈ പറയുന്ന ആയുർവേദം മാറിക്കഴിഞ്ഞു. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ആയുർവേദം ഈ ഇരിക്കുന്ന ഒരാൾ പോലും ആയുർവേദം ഹോസ്പിറ്റലിൽ വന്നില്ലെങ്കിൽ പോലും ഉപയോഗിക്കാത്തവരായിട്ടുണ്ടാവില്ല. ഇരിങ്ങാലക്കുട സ്വദേശിനിയായ 91-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തി സ്വർണമാല കവർച്ച ചെയ്ത കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും 1,30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് കിഴക്കുംചേരി കണ്ണംകുളം സ്വദേശി വിജയകുമാർ എന്ന ബിജുവിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. 2022 ആഗസ്റ്റ് 3-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ അടുക്കളയിൽ നിന്നും ബലമായി കൊണ്ടുപോയി മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും കഴുത്തിലണിഞ്ഞിരുന്ന 2.5 പവന്റെ സ്വർണമാല കവർച്ച ചെയ്യുകയുമായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി വഞ്ചിപ്പുര വീട്ടിൽ ആൻസനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കോണത്തുകുന്നിൽ വെച്ച് പുത്തഞ്ചിറ സ്വദേശി മുഹമ്മദ് സിദ്ദിഖിനെയും കൂട്ടുകാരെയുമാണ് പ്രതികൾ ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. എടവിലങ്ങ് കാര സ്വദേശി പാറശ്ശേരി വീട്ടിൽ രമേശിനെയാണ് കൊടുങ്ങല്ലൂർ SHO VK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വാഹനത്തിനെതിരെ വാഹനം ഓടിച്ചുവന്നു എന്ന വൈരാഗ്യത്തിൽ കാര സ്വദേശി പെരിങ്ങാട്ടു വീട്ടിൽ ദേവരാജനെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. SI-മാരായ K സലീം, KG സലീൽ, CPO ജിൽബർ ജേക്കബ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വാടാനപ്പള്ളി ലോട്ടറി കടയിൽ നിന്ന് സമ്മാന ടിക്കറ്റുകളും കളക്ഷൻ തുകയുമടക്കം 1,07,000 രൂപ മോഷ്ടിച്ച ജീവനക്കാരൻ അറസ്റ്റിൽ. പാവറട്ടി നാലകത്ത് വീട്ടിൽ 20 വയസ്സുള്ള നിഷാൽ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി സെന്ററിൽ പ്രവർത്തിക്കുന്ന പെരിഞ്ഞനം സ്വദേശി പള്ളത്ത് വീട്ടിൽ സുനിൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലോട്ടറി കടയിൽ നിന്ന് ഈ മാസം 14-ന് രാവിലെ 6:30-ഓടെയാണ് മോഷ്ടിച്ചത്. വിവിധ രീതികളിൽ സമ്മാന ടിക്കറ്റുകളും കളക്ഷൻ തുകയുമാണ് ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയത്. പരാതി പ്രകാരം വാടാനപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് അറസ്റ്റിലാകുന്നത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, ജൂനിയർ SI സുബിൻ, സബ് ഇൻസ്പെക്ടർ അരുൺ, സിവിൽ പോലീസ് ഓഫീസർ അഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. AKPA ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല പെരിഞ്ഞണം യൂണിറ്റ് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി. 3 പീടിക വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം മേഖലാ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സജീവൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ, മേഖലാ റിപ്പോർട്ടറും യൂണിറ്റ് സെക്രട്ടറിയുമായ KR സത്യൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് അംഗം ഇജാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ മെഹബൂബ് നേത്ര, ഗിരി, വൈഗ, മോഹനൻ കിഴക്കുംപുറം, മനോജ്, മേഖലാ ട്രഷറർ സന്ദീപ്, ചിന്തു പ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി മെഹബൂബ് നേത്ര, സെക്രട്ടറിയായി സജിത് ക്രിസ്മ, ട്രഷററായി ഗിരി വൈഗ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാനേജ്മെന്റ് ഡേ സ്പെക്ട്ര 2025 ആഘോഷങ്ങൾ നടന്നു. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്പയാറിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് സ്പെക്ട്ര 2025 നാട്യ നിയോജക മണ്ഡല MLA CC മുകുന്ദൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ LC അനിജ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസർ V ശശിധരൻ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കവിത സെൻ, അപർണ VA, രൂപ MV, സജിത NV, സ്മിത NR, ലിജിന J, ദീപ MV, അങ്കിത TS, സുഷമ PA എന്നിവർ പങ്കെടുത്തു. MV ലതിമോൾ ചടങ്ങിൽ നന്ദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ലീഡർഷിപ്പ്, എന്റർപ്രണർ സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവ വളർത്താൻ ഉതകുന്ന വിവിധ മത്സരങ്ങളും ചടങ്ങിൽ നടന്നു. എല്ലാ കുട്ടികളും വരുമ്പോൾ ഒരു വിഷമമില്ലാതെ സ്കൂളിൽ ചേർക്കുന്നതിനുള്ള കത്തുകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ വന്നിട്ടില്ല.
അപ്പം അതിൽ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞത് ഏറ്റവും കഷ്ടപ്പാടും ദുരിതമുള്ള കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു വലിയ നമ്മുടെ നാട്ടുകാരുടെ ആശയമാണ്. പല കോളേജുകളിലും അങ്ങനെ ഒരു ആശയം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ചില മറ്റേ കമ്പ്യൂട്ടർ കഴിച്ചോ ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികൾ ആരാണ് അവരെ പരിശോധിച്ച് ശരി ഈ കുട്ടീനെ എടുക്കാം, കുറച്ച് ഫണ്ട് കൊടുത്താൽ ആ കുട്ടീനെ എടുക്കാം ഒക്കെയാണ് ഒരു മാനേജ്മെൻറ്റും ചെയ്തു വരും. പക്ഷെ അതിന് വ്യത്യസ്തമായി ഈ കോളേജ് ഒരു ചരിത്രപരമായ ചില ദൗത്യം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ടായി. ചേലക്കര മേപ്പാടത്ത് ആത്മഹത്യാശ്രമത്തിൽ ചികിത്സയിലായിരുന്ന അമ്മയുടെയും മകന്റെയും നില ഗുരുതരമായി തുടരുന്നു. ശൈലജ, മകൻ 4 വയസ്സുള്ള അക്ഷയ് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ശൈലജയുടെ മകൾ 6 വയസ്സുള്ള അനീമ വിഷം ഉള്ളിൽ ചെന്ന് ഇന്നലെ മരിച്ചിരുന്നു. ശൈലജയുടെ ഭർത്താവ് പ്രദീപ് 2 ആഴ്ചയ്ക്ക് മുമ്പ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബമെന്ന് പറയുന്നു. മക്കൾക്ക് വിഷം നൽകിയ ശേഷം അമ്മയും വിഷം കഴിക്കുകയായിരുന്നെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. പേരാമംഗലത്ത് ഫ്ളാറ്റിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. കൈപ്പറമ്പ് സ്വദേശി മാർട്ടിനായാണ് അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന മുളങ്ങുന്നത്തുകാരിയായ യുവതിയെ മാർട്ടിൻ ആക്രമിച്ചത്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലും മാർട്ടിൻ പ്രതിയാണ്. തർക്കത്തിനിടെ യുവാവിനെ കത്തികൊണ്ട് പരിക്കേറ്റ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. മാഞ്ഞ സ്വദേശി പൗവച്ചം വീട്ടിൽ ബാബു, സഹോദരൻ രാജു എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുല്ലശ്ശേരി സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ സിനിനെയാണ് തർക്കത്തിനിടെ പരിക്കേറ്റത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മുല്ലശ്ശേരി മാനിങ്ങയിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ കത്തി വീശിയപ്പോഴാണ് സിനിലിന് കഴുത്തിൽ വെട്ടേറ്റത്. ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 1.5 മാസക്കാലമായി കോൺക്രീറ്റ് ജോലിക്കായി അടച്ചിട്ട കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് തുറന്നെങ്കിലും യാത്രക്കാരുടെ ദുരിതത്തിന് യാതൊരു മാറ്റവുമില്ല. 2 ട്രാക്കുകൾക്കുമിടയിൽ യാത്രക്കാർക്ക് നിൽക്കുവാനുള്ള ഭാഗത്ത് ടൈലുകൾ ഇളകിപ്പോയതിനാൽ കാൽ തടഞ്ഞു വീഴുവാനുള്ള സാധ്യത ഏറെയാണ്. ബസ് സ്റ്റാൻഡിനുള്ളിൽ വർഷങ്ങൾക്ക് മുമ്പ് അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ച ഹബിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ബസ് സ്റ്റാൻഡിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നതിനാൽ മഴ പെയ്താൽ കുടച്ചൂടി ബസ് കാത്തു നിൽക്കേണ്ട ഗതിയാണ്. 1.5 മാസം കോൺക്രീറ്റ് ജോലിക്കായി ബസ് സ്റ്റാൻഡ് അടച്ചിട്ടെങ്കിലും ഉണ്ടായിരുന്ന ചെറിയ കുഴികൾ അടച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. ഓൺലൈനിലൂടെ ടാസ്കുകൾ ചെയ്ത വൻ പ്രതിഫലം വാഗ്ദാനം നൽകി 8.44 ലക്ഷം രൂപ തട്ടിയതായി പരാതി. കൂഴൂർ സ്വദേശി ശുഭ മേനോനാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി മാള പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. പരാതിക്കാരിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയച്ചാണ് ഉയർന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 15 തവണകളായാണ് പണം അയച്ചു നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അജ്ഞാതന്റെ പേരിൽ മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മതിക്കാത്ത യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിറാജ് പിടിയിൽ. മാള പള്ളിപ്പുറം കിണർ സ്റ്റോപ്പിനടുത്ത് വെച്ച് മാള കുരുവിലശ്ശേരി തൻകുളം സ്വദേശിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് മാള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ മാള പള്ളിപ്പുറം സ്വദേശി അരിപ്പുറത്ത് വീട്ടിൽ 30 വയസ്സുള്ള സിറാജ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അഖിലിനെ 2021 ഡിസംബർ മാസത്തിൽ സിറാജും കൂട്ടാളികളായ നിതിൻ, മുൻസീർ, റോയൽ ജോയ് എന്നിവർ ചേർന്ന് ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ സംഭവത്തിന് മാള പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിലെ 1ാം പ്രതിയാണ് സിറാജ്. കോടതിയിൽ വിചാരണയിലുള്ള ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് അഖിൽ സമ്മതിക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് സിറാജ് അഖിലിനെ ആക്രമിച്ചത്. മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള സിറാജ് മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 2 കേസുകളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അറസ്റ്റിലായ 2 കേസുകളിലും പൊതുജന സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയ 1 കേസിലും അടക്കം 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചു കൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചു കൊന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. അൻസാറും കുടുംബവും പുറത്തു പോരുന്ന സമയത്താണ് തെരുവ് നായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. അമ്പലപ്പാറയിൽ മരം റോഡിലേക്ക് മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. KSRTC സ്വകാര്യ ബസ്സുകളടക്കം 50ഓളം വാഹനങ്ങളാണ് ഇത്രയും നേരം നിശ്ചലമായി കിടന്നത്. ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. പൂവത്തൂർ സ്വദേശിയായ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. കരുമത്തിൽ വീട്ടിൽ അഭിഷേകിനെയാണ് കാണാതായത്. എളവള്ളി പാണ്ടാർക്കാട് വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു. ഈ മാസം 15-ന് എറണാകുളത്തേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പിന്നീട് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്ന് വീട്ടുകാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു.
കാണാതായ സമയത്ത് വെള്ളമുണ്ടും മെറൂൺ കളർ ഷർട്ടുമാണ് വേഷം. യുവാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ അപേക്ഷ. തളികുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ധാതുലവണ മിശ്രിതവും വിരമരുന്ന് വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനന്തൻ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പശു, കാള, ആട്, കോഴി പോലുള്ള കന്നുകാലികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ധാതുലവണ മിശ്രിതം വളരെ പ്രധാനമാണ്. ഇവയുടെ വളർച്ച, പാലുൽപാദനം, പ്രജനനശേഷി, പ്രതിരോധശേഷി എന്നിവ നിലനിർത്താൻ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ, വിറ്റാമിനുകൾ തുടങ്ങിയവ നൽകുകയാണ് പ്രധാന ഉദ്ദേശം. പദ്ധതി പ്രകാരം 1,80,000 രൂപ ചെലവഴിച്ച് 150 ഗുണഭോക്താക്കൾക്കാണ് ധാതുലവണ മിശ്രിതം വിതരണം ചെയ്തത്. 5 കിലോ വിറ്റാമിൻ, 5 ലിറ്റർ കാൽസ്യം, 1 ലിറ്റർ വിരമരുന്ന് എന്നിവയാണ് വിതരണം ചെയ്തത്. വെറ്ററിനറി ഡോക്ടർ ആര്യ പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർമാരായ ഷിജി CK, സൈനുദ്ദീൻ KK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വെറ്റിനറി ഹോസ്പിറ്റൽ ജീവനക്കാരായ അറ്റൻഡർ അനിത, PTS രമേശ്, കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. FO ബിജോയ് ചടങ്ങിന് നന്ദി പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ മൃഗസംരക്ഷണ മേഖലയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അതിലേക്ക് കൂടുതൽ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അവയ്ക്ക് കൊടുക്കാനുള്ള തീറ്റയുടെയും വൈക്കോലിന്റെയും മറ്റുള്ള സംഭവങ്ങളുടെയും വിലയിലുള്ള കൂടുതൽ കർഷകരെ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പഞ്ചായത്തുകൾ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഓരോ വർഷവും മൃഗസംരക്ഷണത്തിനായി തന്നെ ലക്ഷക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നുണ്ട്, അത് ചെലവഴിക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്കജ്വര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രക്കുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ പൊതുകുളങ്ങൾ നേരത്തെ അടച്ചിരുന്നു. മുങ്ങിക്കുളിക്കുന്നത് വഴി രോഗബാധ ഇല്ലാതാക്കാൻ സ്വകാര്യ കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും ഉപയോഗിക്കരുതെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. തൃശൂർ കുന്നംകുളത്ത് കേച്ചേരി സ്വദേശി മദ്യലഹരിയിൽ ഓടിച്ച കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി. ഉച്ചയ്ക്ക് 12:30 സംഭവം. തൃശൂർ ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിരെ വന്ന കാറിലേക്ക് ഇടിച്ചു കയറിയത്. കേച്ചേരി സ്വദേശി 60 വയസ്സുള്ള സുരേഷ് എന്ന ആളാണ് മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടം ഉണ്ടാക്കിയത്. മദ്യലഹരിയിൽ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഇയാളുടെ കാറിൽ നിന്ന് 3 വിദേശ മദ്യക്കുപ്പികളും പകുതി കഴിഞ്ഞ ബിയറിന്റെ കുപ്പിയും പാൻ മസാലയും കണ്ടെടുത്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗക്കാർക്കുള്ള വാട്ടർ ടാങ്ക് വിതരണവും പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടത്തി. 8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് വാട്ടർ ടാങ്കുകളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീദേവി മാധവൻ, KK സന്തോഷ്, ബിന്ദു പ്രദീപ്, വാർഡ് മെമ്പർമാരായ സെന്തിൽ കുമാർ, റസീന ഗാലി, സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഗിലീഷ്, ഐഷാബി അബ്ദുൾ ജബ്ബാർ, സെക്രട്ടറി ഹേമചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിന് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് ആനന്ദൻ നന്ദിയും പറഞ്ഞു. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാത് വാർഡിലെ മെമ്പർമാരായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ പഞ്ചായത്തിലെത്തിക്കുകയും ചെയ്താൽ നമുക്ക് ഒരിക്കൽ വീണ്ടും ലാപ്ടോപ്പ് ഇപ്പം തന്നെ അപേക്ഷകരിൽ പലരും എത്തിയിട്ടുണ്ട്. അത് നമ്മളെ നല്ല രീതിയിലാണത് ഓരോ കൊല്ലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്നവരും ആ രീതിയിൽ തന്നെ ഉയർന്ന രീതിയിൽ തന്നെ ചിന്തിച്ചു പോകും എന്നാണ് വിശ്വാസം. എന്തായാലും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർ ടാങ്ക് 100-ന് മേലെ അപേക്ഷകരുണ്ട്. 76 പേരാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുടിവെള്ളം ഒരു കിട്ടാക്കിനെയായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ വെള്ളവും ഒരു കാലത്തൊക്കെ കുടിവെള്ളത്തിന് ഏറ്റവും നല്ല വെള്ളത്തിന് പേര് കേട്ടിരുന്നൊരു സ്ഥലം ഇന്ന് വലിയ രീതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 കൈപ്പമംഗലം മൂന്നുപീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. CPM പഞ്ചായത്ത് ഭരണം അനാസ്ഥയുടെ പര്യായമാണെന്ന് കോൺഗ്രസ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാഴൂർ ശ്രീനിവാസൻ വൈദ്യർ മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു.
തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ നേതൃത്വത്തിൽ 10ാം ആയുർവേദ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.